ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. ഇനി ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ഞാൻ പറയാൻ പോണേ. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് അല്ലേ. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്കിലും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, കോഡിഫിക്കേഷൻ എന്ന വാക്കിൽ തന്നെയുണ്ട് അല്ലേ, നമ്മൾ ഒരു കാര്യത്തെ കോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ, അസറ്റ്, ലയബിലിറ്റീസ്, അങ്ങനെ നമ്മൾ എക്സ്പെൻസ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ചെയ്തതിനെ നമുക്കൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സിസ്റ്റത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഏത് ഗ്രൂപ്പിലേക്കാണ് വരുന്നത് എന്നുള്ളത് കമ്പ്യൂട്ടറിന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കോഡോട് കൂടിയിട്ടായിരിക്കും അവരെ അത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിസ്റ്റം അത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അസറ്റിലേക്കാണ് നമുക്ക് ഫർണിച്ചറിനെ, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിലേക്കാണ് നമുക്ക് ഫർണിച്ചറിനെ ഇടേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ഗ്രൂപ്പ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഗ്രൂപ്പുകളൊക്കെ സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടായിരിക്കും. ആ സോഫ്റ്റ്വെയറിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് എങ്ങനെയായിരിക്കും അത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, ഇതുപോലെ കോഡുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഞാൻ ഒരു എക്സാമ്പിളിന് ഞാൻ പറയുകയാണ് കോഡിങ് എങ്ങനെയാണ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് റോമൻ ലെറ്റർ 1 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു, അസറ്റ് അല്ലേ. അപ്പൊ ഈ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കോഡ് ചെയ്തു, റോമൻ ലെറ്റർ 1 എന്നുള്ള രീതിക്ക് നമ്മൾ കോഡ് ചെയ്തു. ഇതിന്റെ ഉള്ളിൽ വരുന്ന ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ്? അസറ്റ് എന്ന് പറയുന്ന ഒരു പ്രൈമറി ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്നതിന് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ വരിക, ഫിക്സഡ് അസറ്റും വരും, കറണ്ട് അസറ്റും വരും അല്ലെ. ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ 1 എന്ന് നമ്മൾ കൊടുത്തു, ഫിക്സഡ് അസറ്റിന് 1 എന്നുള്ള കോഡ് കൊടുത്തു. കറണ്ട് അസറ്റിന് നമ്മൾ എന്ത് കൊടുത്തു, 2 എന്നുള്ള കോഡ് കൊടുത്തു. ഈ ഫിക്സഡ് അസറ്റിന്റെ ഉള്ളിൽ വരുന്നതാണ് ബിൽഡിങ്, ഫർണിച്ചർ, ഇതൊക്കെ നമ്മുടെ എന്തിൽ വരുന്നതാണ്, ഫിക്സഡ് അസറ്റിൽ വരുന്നതാണ്. അപ്പൊ ഈ ബിൽഡിങ്ങിനെ നമ്മൾ എന്ത് പറഞ്ഞു, 1.1 എന്നുള്ള ഒരു കോഡിൽ കൊടുത്തു. 1.2 എന്ന് പറയുമ്പോൾ ഫർണിച്ചർ, അടുത്തത് എന്താണോ ഗ്രൂപ്പ് വരുന്നത് അതിനെ നമ്മൾ 1.2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇതേപോലെ കറണ്ട് അസറ്റിൽ നമ്മൾ എന്ത് പറയും, 2.1 എന്ന് പറഞ്ഞിട്ട് കോഡ് എന്തിനു കൊടുക്കുന്നു, ക്യാഷ് എന്നുള്ളത് ഒരു കറണ്ട് അസറ്റ് ആണ് അല്ലെ. 2.2 എന്നുള്ളത് ബാങ്ക് എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റിലേക്ക് കൊടുത്തു. ഇതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, കോഡിംഗ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൂപ്പ് ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറിൽ ഇതൊക്കെയാണ് ഗ്രൂപ്പുകൾ എന്നറിയാൻ അവർക്ക് എന്ത് വേണം, സോഫ്റ്റ്വെയർക്ക് മനുഷ്യനെ പോലെയുള്ള ഒരു ബുദ്ധിയല്ല. ഇപ്പൊ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ എന്താണത് എന്നുള്ളത്. പക്ഷെ സോഫ്റ്റ്വെയറിന് ഓരോന്നിനും കോഡ് യൂസ് ചെയ്തിട്ട് വേണം ഏതൊരു കാര്യമായാലും ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പുകളിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കോഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിൽ ഇറ്റ് ഈസ് ആൻ ഐഡന്റിഫിക്കേഷൻ മാർക്ക്. ഇത് തിരിച്ചറിയാനുള്ളൊരു മാർക്കാണ് എന്ത് പറയുന്നത്, കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഏതാണ്, ആദ്യത്തെ ഗ്രൂപ്പ് ഏതാണ്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, കോഡിഫിക്കേഷൻ റെഫേഴ്സ് അലോട്ടിംഗ് കോഡ് നമ്പേഴ്സ് ടു അക്കൗണ്ട്സ് ഇൻ എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിന്റെ ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സിനെ നമ്മൾ കോഡ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു വേർഡും കൂടെ അവിടെ പറയുന്നത്, ഗ്രൂപ്പിംഗ് ആൻഡ് കോഡിഫിക്കേഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ദ എക്സ്റ്റെന്റ് ഓഫ് സബ് ഡിവിഷൻ റിക്വയർഡ് ഓർ റിപ്പോർട്ടിംഗ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഫിറ്റ്സ് സെന്റേഴ്സ് ഓർ പ്രൊഡക്റ്റ് ലൈൻസ്. കോഡിഫിക്കേഷൻ ഇപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ അതേപോലെ തന്നെ കോഡിങ് ചെയ്യണം എന്നില്ല. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒന്നെങ്കിൽ അത് കോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്യുന്നത്. ഞാനിപ്പോ 1, 2, 3 എന്നിട്ട പോലെ ആയിരിക്കണം എന്നില്ല, പല രീതിക്ക് നമുക്ക് കോഡിങ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് കോഡ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കോഡിങ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് കോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോഡിംഗ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ,
പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോഡിഫിക്കേഷൻ ഇസ് ദ എസെൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഹിയർ കോഡ്സ് ആർ നെസസറി ബിക്കോസ് ദ കമ്പ്യൂട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നമുക്ക് മനുഷ്യന് മനസ്സിലാവുന്ന പോലെയല്ല ഒരു സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് എന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെദർ ദ ഐറ്റം ഈസ് ആൻ എക്സ്പെൻസ്. ഈ നമ്മൾ കൊടുക്കുന്ന ഐറ്റം അത് എക്സ്പെൻസ് ആണ് എന്നുള്ളത് കമ്പ്യൂട്ടറിന് തിരിച്ചറിയാനൊന്നും പറ്റില്ല. അതിന് നമ്മൾ കോഡ് കൊടുത്താൽ മാത്രമേ എന്ത് തിരിച്ചറിയാൻ പറ്റൂ, ഇതൊരു എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു അസറ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ലൈബിലിറ്റി ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ കമ്പ്യൂട്ടറിന് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ അക്കൗണ്ട്സിനെ കോഡിഫിക്കേഷൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ടൈപ്സ് ഓഫ് കോഡിഫിക്കേഷൻ ഒന്ന് നോക്കിയാലോ. അപ്പൊ ഇവിടെ നോക്കിയേ, മെത്തേഡ്സ് ഓഫ് കോഡിഫിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ടൈപ്സ് ഓഫ് കോഡ്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് കോഡ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത്. ഞാൻ മെത്തേഡ്സ് ഓഫ് കോഡിഫിക്കേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണം എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാം അല്ലെ. നമ്മൾ എന്താണ് ഗ്രൂപ്പിംഗ് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എന്ത് പറഞ്ഞു, അസറ്റിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. അപ്പൊ അസറ്റ് എന്ന് പറയുന്നത് 1 എന്ന് കൊടുത്തു അല്ലെ. 1.1 എന്ത് വരുന്നത്, ഫിക്സഡ് അസറ്റ് വരുന്നത്. 1.1.1 എന്ത്, ലാൻഡ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ 1.1.3 ബിൽഡിംഗ് കൊടുത്തു. അപ്പൊ മേ ബി 1.1.2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഫർണിച്ചർ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ ഇതുപോലെ കോഡ് ചെയ്താൽ മാത്രമേ സിസ്റ്റത്തിന് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് റെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിൽ നമ്മൾ കൊടുത്തു. അപ്പൊ ഇത് നമ്മുടെ റിപ്പോർട്ടിൽ ജനറേറ്റ് ആവുന്നത് എങ്ങനെയാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ താഴെ എന്ത് വരണം, റെന്റ് എന്നുള്ള ഒരു കാര്യം വരണം അല്ലെ. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ താഴെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ ഒന്നായി എടുത്താൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ താഴെ 1.1 എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ റിപ്പോർട്ടിൽ അത് ജനറേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് കോഡ്സ് നോക്കാം അല്ലെ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അധികവും ചോദിച്ചു കാണുന്ന ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ കോഡ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, സീക്വൻഷ്യൽ കോഡ്സ്, ബ്ലോക്ക് കോഡ്സ്, ന്യൂമോണിക് കോഡ്സ്. ഓക്കെ, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സീക്വൻഷ്യൽ കോഡ് എന്താണ്, ബ്ലോക്ക് കോഡ് എന്താണ്, ന്യൂമോണിക് കോഡ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചെന്ന ഒരു ഉദാഹരണം ഈ ഒരു ടൈപ്പ് ഓഫ് കോഡ്സിൽ വരുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പൊ ആദ്യത്തെ കോഡായ സീക്വൻഷ്യൽ കോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സീക്വൻഷ്യൽ കോഡ്, നമ്പർ ഓർ ലെറ്റേഴ്സ് ആർ അസൈൻഡ് ഇൻ കോൺസിക്യൂട്ടീവ് ഓർഡർ. തുടർച്ചയായ രീതിയിലുള്ള നമ്പർ അല്ലെങ്കിൽ ലെറ്റേഴ്സ്, ഇപ്പൊ 1, 2, 3 ഇങ്ങനെ തുടർച്ചയായിട്ട് പോകും, അല്ലെങ്കിൽ ABCD അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെ. ഈ ഒരു തരത്തിലുള്ള കോഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻഷ്യൽ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയൊക്കെയായിരിക്കും ഈ ഒരു രീതിയിലുള്ള കോഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കാണുന്നത്? ഇവിടെ തന്നെ നമുക്ക് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ചെക്സ്, ഇൻവോയ്സസ്, ഇതൊക്കെ ഒരു സീക്വൻഷ്യൽ കോഡിന് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സീക്വൻഷ്യൽ കോഡ് അപ്ലൈ ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസ് ആണ് ചെക്സ്, ഇൻവോയ്സസ്. ഇപ്പൊ ഇൻവോയ്സിൽ നമുക്കൊരു ഇൻവോയ്സ് കിട്ടിയെങ്കിൽ അതിനകത്തെ നമ്പർ നോക്കിയാൽ മതി അല്ലെ. ചിലപ്പോ INC 01, INC 02 അങ്ങനെയായിരിക്കും. ഡിപ്പെൻസ് ഓൺ കമ്പനി. ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോയി, പർച്ചേസ് ചെയ്യാൻ പോയി, നമുക്കൊരു ബില്ല് കിട്ടി. ആ ബില്ലിനകത്ത് നമ്മളൊരു ബിൽ നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ ബിൽ നമ്പർ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും അതൊരു സീക്വൻഷ്യൽ കോഡിന്റെ ഓർഡറിലായിരിക്കും. ഇപ്പൊ 1, 2, 3 നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 124, 155. അപ്പൊ അത്രയും ബില്ല് അവര് കൊടുത്തു കഴിഞ്ഞു. പിന്നെ കിട്ടുന്നതാണ് ഇപ്പൊ 125 ആണ് നമ്മുടെ ബിൽ നമ്പർ എങ്കിൽ നമുക്ക് അത്രയും ബില്ലുകൾ അവർ കൊടുത്തു കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് വരുന്നത്. അപ്പൊ ഇതിനെയാണ് സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. CM001 എക്സൽ കമ്പനി ലിമിറ്റഡിനെ എന്ത് ചെയ്തിരിക്കുന്നു, കോഡ് ചെയ്തിരിക്കുന്നതാണ് CM001. പ്രീമിയം കമ്പനി ലിമിറ്റഡ് CM002, CM003 എന്ന മോഡേൺ കമ്പനി ലിമിറ്റഡ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് ഇതിനെ എങ്ങനെയാണ് കോഡ് ചെയ്യാന്നുള്ളതല്ല. അപ്പോൾ ഒരു കോഡിങ് എങ്ങനെയാണ് വരിക എന്നുള്ളൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ 1, 2, 3 അല്ലെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ, സീക്വൻഷ്യൽ കോഡ്. തുടർച്ചയായ രീതിയിൽ നമ്മൾ ന്യൂമറിക് ആയിട്ടോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്യുന്നതിനെയാണ് സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ സീക്വൻഷ്യൽ കോഡ്, ഈ ഒരു കോഡിങ് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ
സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് മിസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഇപ്പോൾ 1, 2, 3 തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ് അല്ലെ. അതിനകത്ത് നമുക്ക് 2 എന്നുള്ളൊരു ബില്ല്, ഇപ്പൊ ബില്ല് തന്നെ എക്സാമ്പിൾ ഇരിക്കട്ടെ, നമുക്ക് 2 എന്നുള്ളൊരു ബില്ല് മിസ്സായാൽ നമുക്ക് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഒരു സീക്വൻഷ്യൽ കോഡിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് കോഡിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ അടുത്ത കോഡ് ടൈപ്പ് ഓഫ് കോഡിലേക്ക് നോക്കിയാലോ? യെസ്, ബ്ലോക്ക് കോഡ്സ് ആണ് സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ ഈ കോഡ് ഇപ്പൊ ഒരു പേരിൽ തന്നെയുണ്ട് ബ്ലോക്ക് കോഡ്സ്. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ബ്ലോക്ക് കോഡ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 1 തൊട്ട് 10 വരെ, 11 തൊട്ട് 20 വരെ, അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാന്നും പറയും അല്ലെ. ഇപ്പൊ ഇത്ര തൊട്ട് ഇത്ര വരെ ഇന്ന ആൾക്കാര് എന്നൊക്കെ നമ്മളിപ്പോ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ 1 തൊട്ട് 20 വരെയുള്ള കുട്ടികളൊക്കെ ഈ ഭാഗത്ത്, 21 തൊട്ടുള്ള 30 വരെയുള്ള കുട്ടികളൊക്കെ വേറൊരു ഭാഗത്ത്, അങ്ങനെ പറയാറില്ലേ. ഇത് തന്നെ ഒരു എക്സാമ്പിൾ ആണ് എന്തിന്, ബ്ലോക്ക് കോഡ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കോഡിന് ഒരു എക്സാമ്പിൾ ആണ്. ബ്ലോക്ക് കോഡ്സ് എന്താണ്? എ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഈസ് partitioned into a desired number of sub ranges. ഞാൻ പറഞ്ഞു അല്ലെ, നമ്മളൊരു റേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോഡ് ചെയ്യുന്നതിനെയാണ് ബ്ലോക്ക് കോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 1001 to 1999 വരെ ടെലിവിഷൻസ്, 2001 to 2999 വരെ മൊബൈൽ ഫോൺസ്. ഇപ്പൊ നമ്മളൊരു ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇപ്പൊ എക്സാമ്പിളിന് നമ്മൾ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയി എന്ന് വിചാരിക്കും. അപ്പൊ അവിടെ നമ്മൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അവർ സിസ്റ്റത്തിനകത്ത് അടിച്ചു കൊടുക്കും അല്ലെ. അവർക്ക് പെട്ടെന്ന് കിട്ടും എന്താണ് ഈ ഐറ്റം എവിടെയാണ് ഇരിക്കുന്നത്. അത് കോഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അവർക്ക് അവിടുന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇന്ന തൊട്ട് ഇന്ന വരെ ഇന്ന സാധനം, ഓക്കെ 1 തൊട്ട് 10 വരെ ഇന്ന സാധനം, 11 തൊട്ട് 20 വരെ ഇന്ന സാധനം എന്ന് പറഞ്ഞിട്ട് അവർ കോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അവർക്ക് അത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ബ്ലോക്ക് കോഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു റേഞ്ചിന്റെ ഉള്ളിൽ നമ്മൾ കോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് കോഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് എക്സാമ്പിൾസോട് തന്നെ എഴുതാം. ഇപ്പൊ സീക്വൻഷ്യൽ കോഡിന്റെ ആയാലും ബ്ലോക്ക് കോഡ്സിന്റെ ആയാലും ഏതൊരു കാര്യത്തിന്റെ ആയാലും, ഇപ്പോൾ കോഡ്സിന്റെ മാത്രമല്ല നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞു പോയ എല്ലാ ടോപ്പിക്സിന്റെയും നമ്മൾ എക്സാമ്പിൾ സഹിതം നമ്മൾ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് കോഡ് നോക്കിയാലോ. അടുത്ത കോഡ് എന്താണ്? ടൈപ്പ് ഓഫ് കോഡ് എന്താണ്? നിമോണിക് കോഡ്, മൂന്നാമത്തെ. ഓക്കെ, അപ്പൊ ഈ നിമോണിക് കോഡ് എന്താ ഉദ്ദേശിക്കുന്നത്? അബ്രിവിയേഷൻസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന കോഡ്സിനെയാണ് നമ്മൾ നിമോണിക് കോഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളിന് നമ്മൾ പാലക്കാടിന് നമ്മൾ PKD എന്ന് പറയാറുണ്ട് അല്ലെ. എറണാകുളത്തിന് EKM എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യാറുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ ചുരുക്കി എഴുതുന്നതിനെ അല്ലെങ്കിൽ അബ്രിവിയേഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ നിമോണിക് കോഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ആൽഫബറ്റ്സ് ഓർ അബ്രിവിയേഷൻസ് ആസ് സിംബൽസ് ടു കോഡിഫൈ എ പീസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാലക്കാടിനെ എന്ത് ചെയ്തിട്ടുണ്ട്? PGT എന്ന് പറഞ്ഞിട്ട് പാലക്കാടിനെ കോഡ് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്തിന് TVC എന്ന് പറഞ്ഞ് കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ചുരുക്കപ്പേരായിട്ട് നമ്മൾ പറയും അല്ലെ. അപ്പൊ ഇങ്ങനെ അബ്രിവിയേഷൻസും ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കോഡിനെയാണ് എന്താന്ന് പറയാ? നിമോണിക് കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ സെയിൽസ് ജേർണൽ, ലെഡ്ജർ ഫോളിയോനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? LF എന്ന് പറയും അല്ലെ. സെയിൽസ് ജേർണൽ SJ എങ്ങനെയൊക്കെ പറയും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? നിമോണിക് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള എക്സാമ്പിൾസ് എഴുതി തന്നെ ആവണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് കോഡ്സ് ക്ലിയർ അല്ലേ? അപ്പോൾ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്താണെന്ന് നോക്കി, ടൈപ്സ് ഓഫ് കോഡ്സ് എന്താണെന്ന് നോക്കി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ടൈപ്സ് ഓഫ് കോഡ്സ്. അപ്പൊ ഇതിന് മുന്നേ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഗ്രൂപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കാണാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വൺ വേർഡ് ആയിട്ടും ചോദിച്ചു കാണാവുന്ന ടോപ്പിക്കാണ് ഈ കോഡിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ എന്താണ് ന്യൂമോണിക് കോഡ്, വാട്ട് ഈസ് ന്യൂമോണിക് കോഡ് എന്ന് ചോദിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് കോഡ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവാം. അടുത്തൊരു വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.